ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് എക്കണോമിക് ടേംസ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് സാമ്പത്തിക ശാസ്ത്രത്തിലെ വാക്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങൾ കമന്റ് ചെയ്തോ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, വീഡിയോസ് ആയിട്ട് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ വരുന്ന കുറച്ച് കൺഫ്യൂസിംഗ് എക്കണോമിക് ടേംസ് ആണ്, സാമ്പത്തിക ശാസ്ത്ര വാക്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം. രണ്ടാമത്തത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപാദനം. അടുത്തത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ ആഭ്യന്തര ഉൽപാദനം. അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ ദേശീയ ഉൽപാദനം. ഇവിടെ നമ്മൾ ദേശീയം കണ്ടു, ആഭ്യന്തരം കണ്ടു, നാഷണൽ കണ്ടു, ഡൊമസ്റ്റിക് കണ്ടു, ഗ്രോസ് കണ്ടു, നെറ്റ് കണ്ടു. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ ഇതിന്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചൂടെ, എളുപ്പത്തിൽ മനസ്സിലാക്കിക്കൂടെ? നമുക്ക് നോക്കാം, എളുപ്പത്തിൽ നോക്കാം. ഡൊമസ്റ്റിക് നാഷണലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം, ഇന്ത്യക്കകത്തുള്ളത്, വിത്തിൻ ഇന്ത്യ. അത് ഇന്ത്യക്കാരനാവാം, മറ്റു രാജ്യക്കാരനാവാം. ഗൂഗിൾ, സാംസങ്, ടൊയോട്ട ഇവരെല്ലാം എന്താണ്? ഇന്ത്യക്കകത്തുള്ളവരാ, പക്ഷെ ഇന്ത്യക്കാരല്ല. ആ സമയത്ത് യൂസുഫ് അലി, അംബാനി, അദാനി ഈ കമ്പനികളെല്ലാം ഇന്ത്യൻ കമ്പനികളാണ്. സോ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കമ്പനികളുടെ വരുമാനം നമ്മൾ ദേശീയ വരുമാനത്തിൽ നാഷണലിൽ കൂട്ടും, ഇന്ത്യക്കകത്തുള്ള എല്ലാവരെയും നമ്മൾ ഡൊമസ്റ്റിക്കലി കൂട്ടും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായി. മുന്നോട്ട് പോകുമ്പോൾ ഗ്രോസും നെറ്റും. ഗ്രോസ് എന്ന് കേട്ടാലേ അറിയാം കനമുള്ള എന്തോ ആണ്. നെറ്റ് എന്ന് കേട്ടാലേ അറിയാം എന്തോ കണക്ക് കൂട്ടിയിട്ട് അവസാനം കിട്ടിയ വാല്യൂ ആണ്. ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കുറച്ചതിനെ, ഉൾപ്പെടുന്നതിനെ നമ്മൾ ഗ്രോസ് എന്നും, അതില്ലാത്തതിനെ, അത് കുറച്ചിനെ നമ്മൾ നെറ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോയാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം തേയ്മാന ചെലവാണ്. ഗ്രോസില് തേയ്മാന ചെലവ് ഉൾപ്പെടുന്നു, നെറ്റില് തേയ്മാന ചെലവ് ഉൾപ്പെടുന്നില്ല. അതുപോലെ ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ഇന്ത്യക്കാരന്റെയും ഒന്ന് വിദേശിയുടെയുമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരുടെയുമാണ്. വ്യത്യാസം വരുന്നത് അറ്റ ഘടക വരുമാനം അല്ലെങ്കിൽ NFIA എന്ന് പറയുന്ന ഒരു വാക്യമാണ്. നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഇനി ഇക്വേഷൻ നോക്കിക്കോളൂ, ഫോർമുല നോക്കിക്കോളൂ. ഈ N എന്ന് പറയുന്നത് നാഷണൽ ആണ്, ഈ D എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആണ്. സോ നാഷണൽ ഡൊമസ്റ്റിക് കിട്ടണമെങ്കിൽ ഘടക വരുമാനം, വിദേശത്തുള്ള ഘടക വരുമാനമാണ് അവിടെ വരുന്ന ഇക്വേഷൻ. ഇനി ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ഘടക വരുമാനം കുറച്ചാൽ മതി. ഇനി നെറ്റിനെ ഗ്രോസ് ആക്കുമ്പോൾ എന്താ മാറ്റം വരുന്നത്? തേയ്മാനം അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ആ മാറ്റം വരുന്നത്. കണ്ടോ, നെറ്റിനെ ഗ്രോസ് ആക്കുമ്പോൾ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം ആ മാറ്റം വരുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ഇക്വേഷനും എഴുതാൻ പറ്റി. ഇതുപോലുള്ള കൂടുതൽ എക്കണോമിക് ടേംസിന് വേണ്ടിയിട്ട് വീഡിയോ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.